ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എൻ്റെ ചാനലും മോണി കട്ടായി. എനിക്ക് തോന്നുന്നു മോണി കട്ടായിട്ട് ഒരു 4 മാസത്തോളമായി മോണി കട്ടായിട്ട്. ഇന്നലെ മിനിഞ്ഞാന്നാണ്ടാണ് തിരിച്ച് കിട്ടിയത്. അപ്പോൾ റിപ്പീറ്റ് കണ്ടൻറ്റ് എന്താണ് പറയുന്നത്, നമ്മൾ റിപ്പീറ്റ് ചെയ്ത കണ്ടൻറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് സ്ക്രീൻ കാസ്റ്റ് ലൈവ് ആണെന്ന് തോന്നുന്നു. ഞാൻ തന്നെ ഒരു 10-20 ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ മാത്രം മിസ്റ്റേക്കായിരുന്നു എന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. പലരും എന്നോട് പറഞ്ഞു, നീ എന്താ ഇതന്നെ ഇടുന്നത്, അത് റിപ്പീറ്റ് കണ്ടൻറ്റ് ആവില്ലെന്ന്. അപ്പോൾ ഞാൻ വേറെ ഉള്ള ആൾക്കാർ ചെയ്യണത് അതേമാതിരി ഞാനും ചെയ്തിട്ട് പിന്നെ എനിക്ക് ഭയങ്കര ഒരു അഹങ്കാരമായിരുന്നു. പോണെങ്കിൽ പോട്ടെ എന്നുള്ളൊരു അഹങ്കാരം. എന്തായാലും യൂട്യൂബ് മാമൻ അത് തിരിച്ചെടുത്തൊരിക്കുകയാണ്. അപ്പോൾ ഇതേമാതിരി തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെത് പോയിട്ട് അവൾ റിപ്പീറ്റ് കണ്ടൻറ്റ് എനിക്ക് തോന്നുന്നില്ല, റിപ്പീറ്റ് കണ്ടൻ്റ് ആണെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു അവൾക്ക് 2 ചാനലുണ്ട്. ഒന്ന് അവളെ ഭർത്താവിൻ്റെ പേരിലും ഒന്ന് അവളെ പേരിലും. അപ്പോൾ എനിക്ക് തോന്നുന്നു അവൾ ഇടുന്ന അവിടെയും കൊളാബ് വീഡിയോ തന്നെ, ഇപ്പത്തും കൊളാബ് വീഡിയോ തന്നെ. പിന്നെ ഫുഡിൻ്റെ അടുക്കളത്തെ ഓരോ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസ് തന്നെ. പിന്നെ ഒരു ചാനലിൽ റിപ്പീറ്റ് കണ്ടൻറ്റ് എന്നാണ് വന്നിരിക്കുന്നത്. ഒരു ചാനലിൽ വന്നിരിക്കുന്നത് എന്താ, മോഡിഫിക്കേഷൻ കട്ടായതിന് ശേഷം വാച്ച് അവർ കുറഞ്ഞു. നമ്മൾ ഈ ലൈവ് ഇട്ട് വാച്ച് അവർ ചെയ്യുമ്പോൾ ഉള്ള ഈ പറയുന്ന ഞാനായാലും ലൈവ് ഇട്ടിട്ടാണ് എനിക്ക് വാച്ച് അവർ കിട്ടിയത്. ഈ ലൈവ് ഇട്ട് വാച്ച് അവർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വലിയ ആൾക്കാരുടെ ചാനലൊക്കെ ഉണ്ട്, അവരൊന്നും ഒരിക്കലും ലൈവ് ഇട്ടിട്ടല്ല വാച്ച് അവർ കൂട്ടി. ഒന്നെങ്കിൽ അവർ ഷോർട്ടായിരിക്കും, അല്ലെങ്കിൽ അവരെ വീഡിയോസ് ആയിരിക്കും. പിന്നെ ലൈവ് ഇടാണ്ട് കുറേ ആൾക്കാർ വന്നിട്ട് ഞാൻ ലൈവ് ഇട്ടിട്ടില്ല, ഞാൻ ലൈവ് ഇട്ടില്ല. പക്ഷേ ലൈവ് ഇടണമെന്നില്ല ചാനൽ മോണിയാവാൻ. കാരണം ഏതെങ്കിലും ഒരു വീഡിയോസ് കയറിയാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോർട്ട് കയറിയാൽ മതി. പിന്നെ നമ്മളെ വീഡിയോസിനൊന്നും വ്യൂ ഇല്ലാത്ത കാരണം നമ്മൾ ചിലപ്പോൾ ലൈവ് ചെയ്താൽ അതിൽ വല്ല സൂപ്പർ ചാറ്റാ അങ്ങനെ സൂപ്പർ സ്റ്റിക്കർ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമ്മൾക്ക് ഇത്തിരി ഡോളർ കയറും. എൻ്റെ ചാനലിൽ പോകുമ്പോൾ $40 ഉണ്ടായിരുന്നു, തിരിച്ച് കിട്ടുമ്പോൾ $30. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കുറേ ആൾക്കാരെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്കാണ്. ഒരുവിധ ആൾക്കാർ ഇതൊക്കെ പോകുന്നുണ്ട്. നമുക്ക് പെട്ടെന്നൊക്കെ എനിക്ക് തോന്നുന്നു അവൾക്ക് ഒരെണ്ണത്തിൽ 98 രണ്ടും ഒരുപോലെ കിട്ടാനായ സാലറി കിട്ടിയിരുന്നതാണ്. അടുപ്പിച്ച് കിട്ടിയിരുന്നു. ഇപ്പോൾ അവൾ ലൈവ് ഇട്ടാൽ അധികം വ്യൂസൊന്നും ഇല്ലയെന്ന് തോന്നും. നമ്മൾ ഈ ലൈവ് ഇടുന്ന ആൾക്കാർ ലൈവ് ഇടാണ്ടിരുന്നാൽ വാച്ച് അവർ കുറയും. വാച്ച് അവർ കുറഞ്ഞാൽ പിന്നെ അതേമാതിരി തന്നെ മോണി കട്ടാവും. എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ അവസ്ഥ അതേമാതിരി തന്നെ വരാമ്പോൾ എൻ്റെയൊക്കെ വാച്ച് അവർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കഴിയും. നമ്മളിതൊന്നും കിട്ടി പോയി എന്നുള്ള ആ ഒരു ലെവലിൽ പോണതുകൊണ്ട് വല്ലാതെ വിഷമമില്ല. ഫസ്റ്റിൽ ചാനൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, മൊത്തത്തിൽ ചാനൽ പോയപ്പോൾ. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ എൻ്റെ കയ്യിലിരിപ്പോണ്ടാണ് ഞാൻ ഇട്ട് പിന്നെ വല്ലാണ്ട് നമ്മൾ ഇതിമ്മക്കാണ്ട് അറ്റാച്ച്മെൻറ്റ് കൊടുക്കണില്ല. സത്യം ഞാൻ വല്ലാണ്ട് ഇതിന് പോയില്ലെങ്കിൽ പോയില്ല. നമുക്ക് 100 പ്രശ്നങ്ങളും എൻ്റെ അസുഖങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി കിട്ടി അത്ര ഒരു ലെവലിലാണ് ഞാൻ കൊണ്ടുനടക്കുന്നത്. അപ്പോൾ ചാനൽ നടത്തുന്നവരായാലും ലൈവ് നടത്തുന്നവരായാലും ശ്രദ്ധിക്കുക. എനിക്ക് 4 മാസം കഴിഞ്ഞിട്ടാണ് കിട്ടിയ പിന്നെ എന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. ഞാനിപ്പോൾ വെറുതെ വീട്ടിലിരിക്കുകയാണ്, അത് ശരിയാണ്. അപ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങളതും മോണി കട്ടാവാണ്ട് നോക്കാം. പിന്നെ എല്ലാം അറിയണവരതും കട്ടാവുന്നുണ്ട് കേട്ടോ, നമ്മളത് മാത്രമല്ല, എല്ലാം അറിയണവരതും കട്ടാവുന്നത് റിപ്പീറ്റ് കണ്ടൻറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ ഓരോ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ ചാനലുകൾ, ഞാനൊക്കെ എനിക്ക് തോന്നുന്നു കുറേ തള്ളക്കുളിയൊക്കെ കേട്ടിട്ടാണ് കഷ്ടപ്പെട്ടിരുന്ന ചാനലൊന്നും കൊണ്ടുവന്നത്. ലൈവ് ഇട്ടിട്ടപ്പോൾ എനിക്ക് ഇപ്പോഴും അല്ലേക്കാൻ വയ്യ. എന്ത് തള്ളക്ക് വിളിയൊക്കെ കേട്ടിട്ടാണ് എൻ്റെ പഠിച്ചോനെ ഞാൻ ആ കടയിൽ നിന്നിട്ട് ലൈവ് ചെയ്തത്. ഇപ്പം ഓരോ കമൻറ്റുകൾ വരുന്ന കാണുമ്പോൾ നമ്മ ഒന്നും അറിയാത്ത ഓരോ കമൻറ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾക്ക് സങ്കടവും. പിന്നെ അതൊക്കെ തന്നെ ഉള്ളൂ, നമ്മൾ ശ്രദ്ധിക്കുക, അത്ര തന്നെ ഉള്ളൂ. അപ്പം നമുക്കത് എനിക്ക് ഫസ്റ്റിൽ പോയപ്പോഴും വിഷമമുണ്ടായി, പിന്നെ പോയപ്പോഴൊന്നും വിഷമമില്ല. എൻ്റെ മോണി കെട്ടായത് സത്യം പറഞ്ഞാൽ എന്നെ ചുറ്റിപ്പറ്റി 1-2 പേർക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ആരും എന്നോട് ചോദിച്ചിട്ടില്ല, സത്യം പറഞ്ഞ് ഇതുവരെക്കും ആരും ചോദിച്ചിട്ടില്ല. എൻ്റെ വീഡിയോസിൻ്റെ അടിയിലൊക്കെ ചോദിക്കുമല്ലോ ആരെങ്കിലും, നമ്മളെ ജോയിൻ ബട്ടൺ കാണാണ്ടാവുമ്പോൾ എന്താ, അപ്പം ആരും ഇത് കാണില്ല. സത്യത്തിൽ ആരും ചോദിച്ചിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാനിട്ട് മിണ്ടുമില്ല, നാണക്ക് നമ്മമില്ല, മഴ പോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്
ചാനൽ പോയിട്ട് പിന്നെ കിട്ടുമ്പോൾ അവസ്ഥ ആലോചിക്കുക. അപ്പോൾ ഞാൻ പോയിട്ടില്ല, 4 മാസം കഴിഞ്ഞപ്പോൾ യൂട്യൂബ് തന്നെ പാവം ആ കുട്ടിക്ക് എന്നിട്ട് കൊടുത്തോളാം എന്ന് വിചാരിച്ചിട്ട് യൂട്യൂബ് തന്നെ തന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായി മാത്രം ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത്ര ഓക്കെ, ബൈ.